അപ്പോൾ ഞങ്ങൾ ഇന്ന് പരുമലയ്ക്ക് പോവാം. പരുമലപ്പള്ളി വരെ ഞാനും കൊച്ചുകൂടെ ഒന്ന് പോവാണ്. കുറേ നാളായിട്ട് ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്നെന്നാ പോയേക്കാം. രാവിലെ പരുമലയ്ക്ക് പോവാം. നമ്മൾ തെങ്ങനായി കഴിഞ്ഞ് നേരെ പോകണം. പെരുന്തുരുത്തി റെയിൽവേ ക്രോസ് വഴി ഇറങ്ങി നമ്മൾ അവിടെ നിന്ന് മുത്തൂറിൽ നിന്ന് നേരെ കാവുംഭാഗം ചെന്നിട്ടൊക്കെ നമ്മൾ പോകുന്നുണ്ട്. കാവുംഭാഗത്ത് നേരെ പരുമല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞ് ഇവിടുന്ന് വരെ പരിപാടി നോക്കും. കണ്ട ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണം. രാവിലെ നല്ല മഴ കേട്ടോ. നോക്കണ്ട പോയി രാവിലെ തൊട്ട് മഴ തുടങ്ങി, കാലവർഷം. അപ്പൊ നമുക്ക് ഇങ്ങനെ പോവാം. നല്ല രസമാണ്, നല്ല വഴികളാണ് ഇതിലിങ്ങനെ പോകാൻ. പണ്ട് തൊട്ടുള്ള വഴിയാണ് ഈ പെരുന്തുരുത്തിന്ന് നമ്മുടെ തെങ്ങണ വഴി, ഞാലുവാഴി വഴി. എനിക്ക് ഏറ്റുമാനാണെന്ന് തോന്നുന്നു ആ റോഡ്. പണ്ട് തൊട്ടേ ആദ്യം എനിക്ക് തോന്നുന്നത് അവിടെ ആരെങ്കിലും വന്നത് ഈ വഴിയാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ ആ വഴികളുള്ളത് ഇപ്പൊ നല്ല സുന്ദരം വഴിയാണ്. മഴയൊക്കെ പെയ്ത് ഇങ്ങനെ നനഞ്ഞ് കിടക്കുവാണേ. നമ്മളിങ്ങനെ പോകുന്ന വഴിയുടെ പെരുന്തുരുത്തി റെയിൽവേ ക്രോസ്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം അധികം റെയിൽവേ ക്രോസുകളൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എല്ലാം മേൽപ്പാലങ്ങളൊക്കെ വന്നു. നമ്മൾ ഈ ഒരു ഏരിയയിൽ ഈ ഒരു റെയിൽവേ ക്രോസ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. പണ്ട് കടുവാക്കുളത്തൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇപ്പം മേൽപ്പാലം വന്നു. ഇവിടെ വരുമ്പോൾ മിക്കപ്പോഴും ബ്ലോക്കാണ്. രാത്രികളൊക്കെ പണ്ട് ഇതിലേക്ക് വരാൻ വേണ്ടി പേടിയായിരുന്നേ. ഇത് അടച്ചിട്ട് കഴിയുമ്പോഴേ എന്ന് പറഞ്ഞൊരു ഏകാന്തമായ ഒരു സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ വണ്ടിയാലും ബൈക്കിലൊക്കെ വരാൻ പേടിയായിരുന്നു. പണ്ട് കാറിലാണെങ്കിലും പേടിയായിരുന്നു. ഇവിടെ ഇങ്ങനെ മൊത്തം ഇരുട്ട്, നമ്മുടെ വണ്ടി മാത്രമേ കാണത്തുള്ളൂ. ക്രോസിൽ ഇങ്ങനെ അടഞ്ഞു കിടക്കുമ്പോഴേ രാത്രിയിലൊക്കെ പണ്ട് വണ്ടി ഓടിക്കുന്നത്. ഈ പണി മാറി, ഇതേ ക്രോസ് വീണ്ടും അടക്കിയാണ്. അടച്ച് തീരുന്നതിന് മുമ്പേ അയ്യോ അവസാന ഭാഗത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഈ തലയ്ക്കുള്ളമാരൊന്ന് വിട്ടു പോതിരുന്നേ. അല്ല ഇനി നമ്മൾ 10-15 മിനിറ്റ് അവിടെ കിടക്കേണ്ടി വരും. അല്ല നമ്മൾ ഇവിടെ ഈ ചാനാശ്ശേരിയും തിരുവല്ല അടുത്തടുത്തായതുകൊണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 2-3 എണ്ണമൊക്കെ ചിലപ്പം ക്രോസ് ചെയ്യാൻ വേണ്ടി കാണാം. എന്നാലും ചിലപ്പോൾ അത്രയും സമയം കിടക്കും. വിളിച്ചിട്ട് താമസം ഇവിടെയൊക്കെ മേൽപ്പാലം വരട്ടെ, നമുക്ക് അതല്ലേ വികസനം ഉണ്ടാകട്ടെ. മുത്തൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. പണ്ട് അങ്ങോട്ട് പോകുന്നെങ്കിൽ ഇതിലായിരുന്നു. നമ്മുടെ കല്ലുപ്പാറയ്ക്ക് പണ്ട് കാറൊന്നും ഇല്ലല്ലോ, കാർ ബൈക്കില്ലല്ലോ. അപ്പം ബസ്സേ പോകും. ഇവിടെ വലിയൊരു ആലുണ്ട് കണ്ടോ, നല്ല രസമാണ് ഈ ആല് കാണാൻ. അന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ആല് കാണുമ്പോൾ ഒരു ഇതായിരുന്നു, തിരുവല്ല എത്താറായി എന്ന് പറഞ്ഞൊരു ഇതായിരുന്നേ. പണ്ട് അന്നൊക്കെ ബസ് ഒക്കെ പൊതുവേ കുറവാണ്. അപ്പം ഞങ്ങളുടെ അവിടെ നിന്ന് ചാനാശ്ശേരി വന്ന്, ചാനാശ്ശേരിയിൽ നിന്ന് തിരുവല്ല വന്ന്, തിരുവല്ലയിൽ പിന്നെ മല്ലപ്പള്ളി വണ്ടി കയറി കല്ലുപ്പാറയ്ക്ക് പോകണമായിരുന്നു. അതുപോലെ തന്നെ ഈ വഴിക്ക് ഞങ്ങൾ പരിമലയ്ക്ക് പണ്ട് നടക്കുമ്പോൾ, പണ്ടെന്ന് പറഞ്ഞാൽ കുറെ കാലമായി ഞാൻ നടന്നു പോയിട്ട് കേട്ടോ. ഇങ്ങനെ കാലൊക്കെ പോക്കേ ഉള്ളൂ. പണ്ട് പോകുമ്പോഴത്തേക്ക് ഈ പള്ളിയിലായിരുന്നു ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കുന്നത്. ഉച്ചയാവും ഇവിടെ വരുമ്പോഴത്തേക്ക്. അപ്പൊ ഈ പള്ളിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നടക്കുന്നത് ഉച്ചയാകുമ്പോഴത്തേക്ക്. അതൊക്കെ ഈ വഴിയൊക്കെ ഭയങ്കര ഓർമ്മയാണ്. വഴിയൊക്കെ ചെയ്യുമ്പോൾ കൊച്ചിയിൽ ഒത്തിരി നടന്നിട്ടുള്ള വഴി എന്ന് അറിയാലോ. വർഷത്തിൽ ഒരിക്കലാണെന്ന് പറഞ്ഞാലും കുറെ നടന്നിട്ടുള്ള വഴി എന്ന് പറയാം. ഇവിടെ ചെറിയൊരു പാലമൊക്കെ ഉണ്ട്. അന്ന് ഇതിലെ വലിയ വണ്ടി തിരക്കൊന്നും ഇല്ലല്ലോ. പക്ഷെ ഇപ്പം എല്ലാം വണ്ടി തിരക്കായി. പരമലയ്ക്ക് പോകുന്നൊക്കെ അന്ന് കൂട്ടുകാർ കൂടിയൊക്കെ പോകുന്നൊക്കെ രസമായിരുന്നു. ആദ്യം കുറച്ച് നേരം പള്ളിയിലൂടെ നടന്നിട്ട് പിന്നെ ഇച്ചിരി സ്പീഡിൽ അങ്ങ് പോകും. അതിന് സ്പീഡിൽ പോയി നേരത്തെ വന്ന് ഈ പള്ളി വന്നിരിക്കും. ഈ പള്ളി വന്നിരുന്ന റെസ്റ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ പള്ളിക്കാർ വന്ന് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം പള്ളിക്കാർ ഉണ്ട് കഴിഞ്ഞിട്ട് ചില നേരം വിശ്രമിക്കും. അപ്പൊ ഞങ്ങൾ ഉണ്ട് കഴിഞ്ഞിട്ട് നേരെ പിന്നെ ഒറ്റ വെളിയിലാണ്. അപ്പൊ ഞങ്ങൾ ആദ്യം പരമല പള്ളി ചെയ്തു മൊത്തം നടക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാന ഭാഗത്ത് മൊത്തം നടക്കാനൊക്കെ ആയി കഴിഞ്ഞു. പിന്നെ നടക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് പറഞ്ഞാൽ ഒട്ടും നടക്കുന്നില്ല. മുറ്റത്ത് ഇറങ്ങിയ വണ്ടിയിൽ നിന്ന് ഇറങ്ങി എവിടെ കടയിൽ പോകുകയാണെങ്കിൽ കടയുടെ ഭാഗത്ത് വണ്ടി നിർത്തിയിട്ട് അതേ നടക്കുന്നേ ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നടക്കാൻ പാടായി തുടങ്ങി. അയ്യോ പഴയ കഥകളൊക്കെ പറയുന്നത് കേട്ടോണ്ടിരിക്കുക. നിനക്ക് പിന്നെ നല്ലപോലെ അറിയാം. നിനക്ക് പിന്നെ അറിയാമല്ലോ പണ്ടത്തെ കാലം ഇതേപ്പറ്റി കൂടുതൽ. അത്രയും പ്രായമായിരിക്കും. ഞങ്ങൾ നടന്നാ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങളിപ്പം TV ഉണ്ട്, ഫോണുണ്ട്, ബസ്സുണ്ട്, സ്കൂൾ ബസ്സുണ്ട്. ഞങ്ങൾക്ക് 25 പൈസ വണ്ടിക്കൂലി കൊടുത്ത് ബസ്സിനാണ് പോയിക്കൊണ്ടിരുന്നത്. അന്ന് TV ഇല്ല. ഇപ്പഴാ ഫോണൊക്കെ ആയത്. ഞാനൊക്കെ +2 ആയ സമയത്ത് എനിക്ക് ഫോൺ ആയത്, അറിയാവോ? അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ കല്ലുപ്പാറയ്ക്ക് പോകുമ്പോഴത്തേക്ക് അവിടെ ആറുണ്ടായിരുന്നു. ഞങ്ങൾ കല്ലുപ്പാറയുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാം ഇപ്പോഴും ഉണ്ട്, ആറുണ്ട്, കാണാൻ പോകും. അപ്പൊ ഇനി പോകുമ്പോൾ കാണിക്കാം. അപ്പൊ അവിടെ പോകുമ്പോൾ ഞങ്ങൾ പിള്ളേരെല്ലാം കൂടെ കുളിക്കാൻ പോകുന്ന ആറ്റിലായിരുന്നു. നല്ല രസമായിരുന്നു. കിണറിനവിടെ നമ്മുടെ വീട്ടിലൊക്കെ അന്ന് ബാത്റൂം കുളിമുറി അങ്ങനെ പ്രത്യേകം ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ അന്നേരം അത് തന്നെ എല്ലാം പെട്ടെന്ന് കുളിക്കാനുള്ള സൗകര്യത്തിന് കിണറ്റിൻകാരെ പോയിട്ട് വെള്ളം പോയി ഇങ്ങനെ നമ്മൾ തലയിലോട്ട് ഒഴിക്കും. പെണ്ണുകാരെ നിന്ന് പണ്ടൊക്കെ അങ്ങനെയൊക്കെ വിളിച്ചോണ്ടിരുന്നത്. ഇപ്പോഴല്ലേ ബാത്റൂം ഒക്കെ പറഞ്ഞു. അല്ല അതിനെ വിളിക്കുന്നത് ഞങ്ങൾ പുറത്തുനിന്ന് വല്ല വെക്കുന്നത്. നിങ്ങളല്ലേ ഇപ്പൊ വാഷ് ബേസിന്റെ വാതിൽ കണ്ണാടി നോക്കി പോലെ വെക്കുന്ന ആൾക്കാർ. കഥകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും. ഭയങ്കര സംശയങ്ങളാണ്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കണമല്ലോ. പല കാര്യങ്ങൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചോട്ടിരിക്കും. അമ്മയോടൊപ്പം അമ്മയുണ്ടായിരുന്നു കഥ പറച്ചില്. അമ്മയെല്ലാം പറഞ്ഞു കൊടുക്കരുത് പഴയ കഥകളൊക്കെ. അത് കേട്ട് പഴയ കഥകൾ കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പൊ നമ്മള് കാവുംഭാഗമായിട്ടോ. കാവുംഭാഗം ഇനിയിപ്പോൾ കുറച്ചുകൂടെ അന്ന് പരിപാടിക്ക് നടക്കുമ്പോൾ കാവുംഭാഗമായി കഴിയുമ്പോൾ പിന്നെ സമാധാനം എത്താറായി എന്നിങ്ങനെ ഓർക്കും. പിന്നെ മെയിൻ റോഡിലോട്ട് കയറാം. മെയിൻ റോഡ് എത്താറായി. നമ്മൾ ഈ പരിപാടിക്ക് പോകുന്ന വഴിക്ക് അത്യാവശ്യം മലയാളികൾക്ക് എല്ലാം അറിയാവുന്ന ഒരു സ്ഥലമാണ്. ഇതേ ട്രാവൻകൂർ ഷുഗർ കെമിക്കൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞത്.
അത് കുറച്ച് പേർക്കെങ്കിലും അറിയാം സ്ഥലം ഏതാണ്. നമ്മുടെ ജവാൻ ഉണ്ടാക്കുന്ന സ്ഥലം കേട്ടോ. മലയാളികൾക്ക് പ്രിയപ്പെട്ട സ്ഥലമാണല്ലോ ജവാൻ. അപ്പം ജവാൻ ഉണ്ടാക്കുന്ന സ്ഥലം അവിടെ ആണെന്ന് ഞാൻ പോയിട്ടൊന്നുമില്ല. അവിടെയാണ് നമുക്കിങ്ങനെ അറിയാൻ പറ്റില്ല. പരിമലയ്ക്ക് അടുത്തുണ്ട്, കാമ്പാതിനും പരിമലയ്ക്ക് ഭാഗത്തായിട്ട് എനിക്കത് പൊടിയാടിയാണെന്ന് തോന്നുന്നു സ്ഥലം പേര്. അവിടെയാണ് നമ്മുടെ ജവാൻ ഉണ്ടാക്കുന്ന സ്ഥലം. പിന്നെ ഇവിടുന്ന് കുറച്ചുകൂടെ ഉള്ളേ പരിമലയ്ക്ക് ഒരു 10 മിനിറ്റ് എടുക്കത്തില്ല. ഇനിയിപ്പോൾ സൈക്കിൾ മുക്കാം. ഇതൊക്കെ നടന്ന് വന്ന് ഉള്ള ഒരു ഓർമ്മയിലുള്ള സ്ഥലപ്പേരുകളുടെ ഓർമ്മയാട്ടോ. സൈക്കിൾ മുക്ക്, പൊടിയാടി, ഓരോ സ്ഥലം നമ്മളന്ന് സ്ഥലം നോക്കുമല്ലോ. ഇന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഇത്രയും കൂടെ ഉള്ള ദൂരം എന്ന് നമ്മളിങ്ങനെ ഓർത്ത് വെച്ചാൽ അങ്ങ് കൊച്ചിൽ തന്നെ ഈ വഴി സ്ഥലപ്പേരും ഒക്കെ പഠിച്ചു. അയ്യോ, ഇപ്പൊ സൈക്കിൾ മുക്ക് ആറായി. സൈക്കിൾ മുക്ക് കേട്ടോ, സൈക്കിൾ മുക്ക്. അപ്പം ഈ സൈക്കിൾ മുക്കിന്റെ ഇവിടെ ആയിരുന്നു അന്ന് നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പള്ളിയിലെ സ്കൂൾ ബസ് വരുന്നത്. എന്നിട്ട് ഈ ഭാഗത്തൊക്കെയാണ് അന്ന് ബസ് പാർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ സൈക്കിൾ മുക്ക് വരുമ്പോൾ ഭയങ്കര ആശ്വാസം. 95% നടന്ന് തീർന്നു. ഈ പാലം കയറി ഇറങ്ങി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പരിമലപ്പള്ളിയായി. പരിമല പാലം കൂടെ കയറി ഇറങ്ങിയ ഇതൊക്കെ ആയിരുന്നു പഴയ ഓർമ്മകളാണ്. ഇങ്ങനെ സൈക്കിൾ മുക്ക് പാലം കയറി ഇതുണ്ടോ. ഈ പാലം അന്ന് ഈ ആറൊക്കെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇപ്പോഴും ഇങ്ങനെ കൈവരി ഇങ്ങനെ പൊക്കത്തിലൊക്കെ ആക്കി. അന്ന് ഇങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പം ആറ് ശരിക്കും കാണത്തില്ല. അപ്പൊ ഇവിടുന്ന് ജസ്റ്റ് ഈ പാലം ഇറങ്ങിയാൽ നമ്മുടെ പരിമലയായി. പരിമല പള്ളിയായി. പക്ഷെ ഇവിടെ ശകലോടെ നടക്കാറുണ്ട്. 1 കിലോമീറ്ററിനടുത്തുണ്ടെന്ന് തോന്നുന്നു പള്ളി വരെ. പക്ഷെ എന്നാലും ഇവിടെ വരുമ്പോൾ നമ്മൾ നടന്നേരം ക്ഷീണമൊക്കെ മാറി പിന്നെ സ്പീഡ് കൂടും. പെട്ടെന്ന് പള്ളിയിൽ ചെന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പിന്നെ അവിടെ പോയി ഇരിക്കുകയും കിടക്കുകയൊക്കെ അങ്ങ് ചെയ്യും. പിന്നെ കുറെ കഴിച്ചിട്ടല്ലേ പള്ളിയിൽ മുതിർന്നവരെല്ലാം വരത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അവർ വരുന്ന സമയത്ത് തിരിച്ച് ഓടി വന്ന് നേരെ വണ്ടിയെ പോയി സീറ്റ് പിടിക്കും. പക്ഷേ സീറ്റ് പിടിച്ചിട്ട് കാര്യമില്ല. വലിയ ആൾക്കാർ വരുന്ന അപ്പച്ചമാരും അമ്മച്ചിമാരും വന്നു കഴിഞ്ഞാൽ എഴുന്നേറ്റ് കൊടുക്കണേ. സീറ്റ് പിടിച്ച് അവിടെ പോയി ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഈ പരിമല എത്തിയല്ലോ. പരിമല ജംഗ്ഷൻ ഇതിന് ശരി മാന്നാർ എന്നാ പറയാൻ തോന്നുന്നു. മാന്നാർ ജംഗ്ഷനാണെന്ന് തോന്നുന്നു ഇത്. പരിമല പള്ളിയുടെ തൊട്ടപ്പുറത്തെ ജംഗ്ഷൻ. അപ്പൊ ഇതിങ്ങനെ തിരിഞ്ഞ് കയറി ഇറങ്ങി കഴിഞ്ഞാൽ ഇന്നലെ പരിമലപ്പള്ളിയായി. ഇവിടെ ഇങ്ങനെ തിരിഞ്ഞ് പരിമല പള്ളിയുടെ അടുത്ത പാലം. ഇവിടെ വലത്തെ സൈഡിലാണ് പള്ളി കേട്ടോ. വലത്തെ സൈഡില് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം. ചില ദിവസങ്ങൾ ഇവിടെ കച്ചവടക്കാരൊക്കെ ഉണ്ട്. അതാണ് അമ്പഴങ്ങ കേട്ടോ. അമ്പഴങ്ങ നമുക്ക് തിരിച്ചു കൊടുത്താൽ അമ്പഴങ്ങ വാങ്ങിച്ച അച്ചാറുണ്ട്. കാന്താരി ഉണ്ടെങ്കിൽ കാന്താരിയുടെ വാങ്ങിച്ച് അമ്പഴങ്ങ കുഞ്ഞ് അമ്പഴങ്ങ ഉണ്ട്. ഇവിടെ വലത്തെ സൈഡിലാണ് പള്ളി കേട്ടോ. ഇവിടെ നമ്മള് ഇവിടെ ആണ് പള്ളി. ഇതിലെ അകത്തോട്ട് കയറി പോകണം. ഈ പള്ളിക്ക് എത്തി. നമ്മളിനിപ്പം പള്ളിക്ക് അകത്തോട്ട് കയറാൻ പോകണം. അകത്ത് പാർക്കിംഗ് ഇല്ല. അപ്പം ഇവിടെയാണ് പാർക്കിംഗ് പുറത്ത്. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ അകത്തോട്ട് പോകണം. സാധാരണ ഒരു നമുക്ക് അകത്ത് പാർക്ക് ചെയ്യാമായിരുന്നു. ഇപ്പം തിരക്കായതുകൊണ്ടാണ് തോന്നുന്നത് അകത്ത് മുഴുവൻ വണ്ടികളാണ്. അതുകൊണ്ട് നമ്മൾ പുറത്ത് പാർക്ക് ചെയ്തിട്ട് നേരെ അകത്തോട്ട് പോകണേ. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ മെഴുകുതിരികളൊക്കെ വെച്ചിരിക്കുന്നതാണ്. അത് വലിയ മെഴുകുതിരിയാണ്. ഇത് പണ്ട് കാണുമ്പം ഭയങ്കര അത്ഭുതമായിരുന്നു. ഇത്രയും വലിയ മെഴുകുതിരി എന്ന് പറഞ്ഞത് ഓരോരുത്തർ നേർച്ചയായിട്ടൊക്കെ കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഓർമ്മ കുർബാനയും നേർച്ച കുർബാനയൊക്കെ ഒന്ന് എഴുതി നേരെ പള്ളിക്ക് അകത്തോട്ട് പോവാണേ. അവിടെ 2-3 സ്ഥലത്ത് നമ്മളിങ്ങനെ കയറി പ്രാർത്ഥിക്കും. ഇപ്പം അങ്ങനെ എല്ലായിടത്തും കയറി പ്രാർത്ഥിച്ച് നേർച്ചയൊക്കെ ഇട്ട് പരിമല തിരുമേനിയുടെ കട്ടിലിൻ്റെ അവിടെയൊക്കെ ഒന്ന് ചെന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവിടെയൊക്കെ നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഫീലാണ്. അപ്പോൾ അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ വെളിയിലിറങ്ങിയപ്പോൾ മഴ തുടങ്ങി. കുട വണ്ടിക്കകത്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ മഴ കൊള്ളാതെ ഇങ്ങനെ അകത്ത് കയറിയിരിക്കുക, കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോഴത്തേക്ക് നേരെ പുറത്തോട്ടൊക്കെ ഇറങ്ങി കാറിൻ്റെ അടുത്തോട്ട് പോവാം. അപ്പോൾ പള്ളിയിലൊക്കെ കയറി മഴയായിരുന്നു. മഴ മാറിയപ്പോൾ തിരിച്ച് ഞങ്ങൾ വണ്ടിയിലൊക്കെ വന്നത്. ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അമ്പഴങ്ങ നല്ലോണം നിർത്തതാണേ. പക്ഷെ മൂത്ത അമ്പഴങ്ങയായിരുന്നു, അതുകൊണ്ട് വാങ്ങിയില്ല. അങ്ങനെ പരിമല പള്ളി പോയി നമ്മൾ തിരിച്ചു പോകാം കേട്ടോ. അപ്പം നമ്മൾ ഇപ്പം കാവുഭാഗത്ത് നമ്മൾ അകത്തോട്ട് കയറി. മഴയാ, കാലവർഷത്തിന് ആരംഭം തന്നെയാ. നല്ല രാവിലെ തൊട്ട് മഴയെന്നൊക്കെ പറയുമ്പോൾ കാലവർഷമാണ്. അപ്പം അങ്ങനെ പരിമല പോയി നമ്മൾ തിരിച്ച് നമ്മുടെ കവലിലെത്തി കേട്ടോ. മഴ ആയതുകൊണ്ട് ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം നമ്മൾ തിരിച്ചെത്തി. അപ്പം ഇനി വേറെ വീഡിയോ ഒക്കെ ആയിട്ട് വരാവേ. എല്ലാവരും വീട്ടിൽ പോവാം. 11:30 സമയം. എന്തെങ്കിലും ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കുക, അതെന്തെങ്കിലും വാങ്ങിക്കണമെന്നാണ് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. നോക്കട്ടെ. ഓക്കെ, അപ്പം എന്നാൽ പോയിട്ട് വരാം.